രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും ഇൻസുലിൻ ഉൽപാദനം ക്രമീകരിക്കാനും ഉത്തമം. വാഴപ്പഴം, ആപ്പിൾ, അവക്കാഡോ, മുന്തിരി. ഉത്തരം വാഴപ്പഴം. പ്രോട്ടീൻ, മാംഗനീസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ വാഴപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താനും ഇൻസുലിൻ ഉൽപാദനം ക്രമീകരിക്കാനും സഹായിക്കുന്നു. സലാഡിലും ഷേക്കിലും ഉപയോഗിക്കാം. വിശപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും ഉത്തമം. ഓറഞ്ച്, തണ്ണിമത്തൻ, ആപ്രിക്കോട്ട്, ആപ്പിൾ. ഉത്തരം ആപ്പിൾ. ഫൈബർ കൂടുതലും കലോറി കുറഞ്ഞതുമായ ആപ്പിൾ വിശപ്പ് നിയന്ത്രിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും സഹായിക്കുന്നു. നല്ല കൊഴുപ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന പഴം. മാതളം, ബ്ലാക്ക്ബെറി, വാഴപ്പഴം, അവക്കാഡോ. ഉത്തരം അവക്കാഡോ. അവക്കാഡോയിൽ നല്ല കൊഴുപ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് കഴിക്കുന്നത് പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും എന്നാൽ ശരീരഭാരം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. രക്തശുദ്ധിക്ക് ഉത്തമം. മുന്തിരി, ചക്ക, മാതളം, ആപ്പിൾ. ഉത്തരം മുന്തിരി. ആയുർവേദ ശാസ്ത്രവിധി പ്രകാരം രക്തവർദ്ധനവിനും രക്തശുദ്ധിക്കും മുന്തിരി ഉത്തമ ഔഷധമാണ്. ഇത് ഊർജവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. സ്ത്രീകൾക്കുണ്ടാകാറുള്ള ആർത്തവ സംബന്ധമായ തകരാറുകൾക്ക് മുന്തിരി നീര് കുടിക്കുക. ചർമ്മ സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഉത്തമം. പൈനാപ്പിൾ, മാങ്ങ, ഓറഞ്ച്, മുന്തിരി. ഉത്തരം ഓറഞ്ച്. ഓറഞ്ച് ശരീരത്തിന് അഴകും ആരോഗ്യവും ഓജസ്സും തേജസ്സും ഉണ്ടാക്കും. ചർമ്മ സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനുമൊക്കെ ഓറഞ്ച് നീര് ഉത്തമമാണ്. കുഞ്ഞുങ്ങൾക്ക് ഓറഞ്ച് നീര് കൊടുത്താൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുമെന്ന് മാത്രമല്ല, സാധാരണ അസുഖങ്ങളൊന്നും തന്നെ അവരെ പിടികൂടുകയില്ല. രോഗികൾക്ക് രോഗക്ഷീണം മാറാനും ഓറഞ്ച് കഴിക്കുന്നത് പ്രയോജനപ്രദമാണ്. ദഹനത്തിന് ഉത്തമം. മാമ്പഴം, നെല്ലിക്ക, ചെറുനാരങ്ങ, പൈനാപ്പിൾ. ഉത്തരം പൈനാപ്പിൾ. പൈനാപ്പിൾ ദഹനപ്രക്രിയ ത്വരിതപ്പെടുത്തും. പൈനാപ്പിൾ കഴിച്ചു ശീലിക്കുകയാണെങ്കിൽ ദഹനക്കുറവും വായുകോപവും മാറുമെന്ന് മാത്രമല്ല, വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും പൈനാപ്പിൾ ഗുണപ്രദമാണ്. പൈനാപ്പിൾ ഇടയ്ക്കിടെ കഴിക്കുന്നത് ഒരു ശീലമാക്കിയെടുത്താൽ അജീർണ സംബന്ധമായ ശല്യങ്ങളും വയറ്റിൽ വേദനയും കൃമിശല്യവും മാറിക്കിട്ടും. വയറിലെ അൾസറിന് ഉത്തമം. നേന്ത്രപ്പഴം, മാമ്പഴം, ഈന്തപ്പഴം, തക്കാളി. ഉത്തരം മാമ്പഴം. പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുള്ള ഒന്നാന്തരം ടോണിക്കാണിത്. പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, ധാതുക്കൾ, ലവണങ്ങൾ, വൈറ്റമിൻ എ, സി എന്നിവയും മാമ്പഴത്തിൽ സമൃദ്ധമായ തോതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു ഗ്ലാസ് മാമ്പഴച്ചാറിൽ പാലും കുറച്ചു തേനും ചേർത്ത് 1 മാസക്കാലം തുടർച്ചയായി സേവിച്ചു വന്നാൽ അൾസറും വയറ്റിൽ ക്യാൻസറും ഉണ്ടാകില്ല. ക്ഷയത്തിന് ഉത്തമം. ഉണക്കമുന്തിരി, ചുക്ക്, നെല്ലിക്ക, പച്ചമഞ്ഞൾ. ഉത്തരം നെല്ലിക്ക. പ്രകൃതി കനിഞ്ഞു നൽകിയ വൈറ്റമിൻ സി ഗുളികകളാണ് നെല്ലിക്ക. ഒരൊറ്റ നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ സി 20 ഓറഞ്ചിൽ നിന്ന് കിട്ടുന്ന പോഷക മൂല്യത്തിന് തുല്യമാണ്. ക്ഷയം, ചുമ, ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നെല്ലിക്ക അതിശയകരമായ ഫലം നൽകുന്നു. വായ്നാറ്റത്തിന് ഉത്തമം. ആടലോടകം, പനിക്കൂർക്ക, മഞ്ഞൾ, ചെറുനാരങ്ങ. ഉത്തരം ചെറുനാരങ്ങ. അഴകും ആരോഗ്യവും നൽകുന്ന ഒരു കനിയാണിത്. ചെറുനാരങ്ങയിൽ വിറ്റാമിൻ സി സമൃദ്ധമായ തോതിൽ അടങ്ങിയിരിക്കുന്നു. മോണപഴുപ്പ്, വായ്നാറ്റം എന്നിവയ്ക്ക് ചെറുനാരങ്ങ നീരും ഇരട്ടി പനിനീരും ചേർത്ത് നിത്യവും 2 നേരം വായിൽ കൊണ്ടാൽ മതി. നാഡീബലത്തിന് ഉത്തമം. തേൻ, തക്കാളി, മുരിങ്ങയില, ഏലയ്ക്ക. ഉത്തരം തക്കാളി. എ, ബി, സി വിറ്റാമിനുകളും ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ചെമ്പ് എന്നിവയും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ശരീരത്തെ വേണ്ട പോലെ തന്നെ പരിപോഷിപ്പിക്കും. തക്കാളി നാഡികൾക്ക് ഉത്തേജനം നൽകാൻ ഒരു ഉത്തമ ടോണിക് പോലെ ഉപകരിക്കുന്നു.